ഔട്ട്സൈഡേഴ്സ് പ്രശാന്ത് നമ്പ്യാർ. അധ്യായം 1. ഇന്തിഫാദ. ചരക്കുകപ്പലിന്റെ പേരാണത്. ഉയിർത്തെഴുന്നേൽപ്പ് എന്നാണ് അർത്ഥം. അറബി വാക്കാണ്. കോഴിക്കോട്ടുകാരൻ ഹൈദ്രോസ് മരക്കാരുടേതാണ് ചരക്കുകപ്പൽ. പോർട്ട് ബ്ലെയറിൽ 4 ദിവസം മുമ്പാണ് ഇന്തിഫാദ വന്നെത്തിയത്. അതിൽ 20ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. അവിനാഷ് അവരിലൊരാളാണ്. ചെറുപ്പക്കാരൻ. ഒരുപാട് നാളുകൾ കടലിൽ ചെലവഴിച്ചതിന്റെ മുഷിപ്പ് മാറ്റാൻ അന്ന് അവിനാഷ് കപ്പലിൽ നിന്നും വെളിയിലേക്കിറങ്ങി തുറമുഖത്തോട് ചേർന്നുള്ള മാർക്കറ്റിനെ ലക്ഷ്യമാക്കിയാണ് അവിനാഷ് നടന്നത്. ഫസലിനെ കാണണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. കുറച്ചു കാലം മുൻപ് അവന്റെ കൂടെ താമസിച്ച് ബോട്ടിൽ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴത്തെ പരിചയമാണ്. ചരക്കുകപ്പലിലെ ജോലി കിട്ടി കടലിലൂടെ ഓരോ നാടുകളിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയ ശേഷം ഫസലിനെ കാണാൻ പറ്റിയിട്ടില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ടുള്ള വരവ്. തന്റെ ഈ അപ്രതീക്ഷിതമായ സന്ദർശനം അവനെ അത്ഭുതപ്പെടുത്തിയേക്കും, അവിനാഷ് മനസ്സിൽ കരുതി. പഴയ സ്ഥലങ്ങളൊക്കെ ആകെ മാറിപ്പോയിരിക്കുന്നു. എങ്കിലും ഫസൽ താമസിക്കുന്ന ഇടം തേടി കണ്ടെത്താൻ അവിനാഷിന് വലിയ പ്രയാസം അനുഭവപ്പെട്ടിരുന്നില്ല. പഴക്കം ചെന്നൊരു കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ഫസലിന്റെ താമസം. മരത്തിന്റെ ഏണിപ്പടികൾ. അതിൽ പിടിച്ചു കയറുമ്പോൾ വല്ലാത്ത ഇളക്കം. കതക് അടഞ്ഞു കിടക്കുകയാണ്. വാതിലിൽ തട്ടി. അകത്ത് ഒച്ചയനക്കമൊന്നുമില്ല. ഫസൽ അല്പം ഉറക്കെ വിളിച്ചു. മറുപടി ഒന്നുമില്ല. കതക് മെല്ലെ തള്ളിയപ്പോൾ മലർക്കെ തുറന്നു. അകത്ത് ആരുമില്ലായിരുന്നു. ഫസൽ വെളിയിലെങ്ങാൻ പോയതാവും. ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് അവനെ കാണാതെ തിരിച്ചു പോകുന്നത് ശരിയല്ല. വരുന്നത് വരെ കാത്തിരിക്കാം. പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല താനും. അവിനാഷ് കുറച്ചുനേരം കസേരയിൽ ചാഞ്ഞിരുന്നു. പെട്ടെന്ന് ആരോ ഏണിപ്പടികൾ ചാടിക്കയറി വരുന്ന ശബ്ദം. ഫസലായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അല്ലായിരുന്നു. ഒരു പെൺകുട്ടി. 18 വയസ്സിലധികം പ്രായം തോന്നിക്കില്ല. ആകർഷകമായ മുഖം. അവളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. അവിനാഷ് അമ്പരപ്പോടെ അവളെ നോക്കി. ഓടിക്കിതച്ചു വന്നിരുന്നതിനാൽ അവൾക്ക് കുറച്ചു നേരത്തേക്ക് ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. അകത്തു കയറി വന്നയുടനെ അവൾ വാതിൽ വലിച്ചടയ്ക്കുന്നത് കണ്ട് അവിനാഷ് ഞെട്ടി. നീ ആരാണ്? അവിനാഷ് സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഫെമിഷ, അവൾ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. എവിടെന്നാണ് ഓടിക്കിതച്ചു വരുന്നത്? ചില തെമ്മാടികൾ എന്നെ പിന്തുടർന്ന് വരുന്നത് കണ്ട് ഓടിക്കയറിയതാണ്, ഫെമിഷ ഭീതിയോടെ അറിയിച്ചു. പേടിക്കണ്ട, അവിനാഷ് അവൾക്ക് ധൈര്യം പകർന്നു. അപ്പോഴേക്കും ഏതാനും പേർ വാതിൽ തള്ളി തുറന്ന് അകത്തു പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഫെമിഷ വേഗത്തിൽ അവിനാഷിന് പിറകിലേക്ക് തെന്നി നീങ്ങി. അവളെ ഇങ്ങ് വിട്ടുതരൂ, തെമ്മാടിക്കൂട്ടത്തിന്റെ തലവനായ ജുനൈദ് ആവശ്യപ്പെട്ടു. നിങ്ങളൊക്കെ ആരാണ്? എന്തിനാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? അവിനാഷ് മാന്യമായി ചോദിച്ചു. അതൊന്നും ഞങ്ങൾക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല, അവൾക്കെല്ലാം അറിയാം. ജുനൈദ് പരുക്കൻ സ്വരത്തിൽ അമറി. അയാൾ ഫെമിഷയെ തീ പാറുന്ന കണ്ണുകളോടെ നോക്കി. ഫെമിഷ, കളി തമാശകളൊക്കെ മതിയാക്കി ഞങ്ങളോടൊപ്പം വരൂ. വീട്ടിലെല്ലാവരും നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്, ജുനൈദ് അവളെ അറിയിച്ചു. ഞാൻ വരില്ല, വാശി പിടിച്ച കുട്ടിയെപ്പോലെ അവൾ ഉറക്കെ പറഞ്ഞു. അവർ ഫെമിഷയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവിനാഷ് തടഞ്ഞു. താൻ വെറുതെ ഇതിലിടപെട്ട് തടി കേടാക്കണ്ട. ജുനൈദിന്റെ അരികിൽ നിൽക്കുന്ന തടിയൻ ഭീഷണി മുഴക്കി. അത് അവിനാഷിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇവിടെ കയറി വന്നു കുഴപ്പമുണ്ടാക്കിയാൽ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല, ഓർത്തോ? അവിനാഷ് വിരൽ ചൂണ്ടി പറഞ്ഞു. ഇവനിവിടെ പുതിയ ആളാണെന്ന് തോന്നുന്നു. കൂട്ടത്തിലുള്ള വേറൊരുത്തൻ പിറുപിറുത്തു. ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ വെളിയിലുള്ള ആരോടെങ്കിലും ചോദിക്കി, അവർ പറഞ്ഞു തരും, അയാൾ അവിനാഷിനെ ഓർമ്മപ്പെടുത്തി. എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയേണ്ട യാതൊരു കാര്യവുമില്ല. ഇതുപോലെ ഒരുപാട് തെമ്മാടികളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. വെറുതെ എന്നോട് കളിക്കാൻ വരണ്ട, അവിനാഷ് മുന്നറിയിപ്പ് നൽകി. അത് കാര്യമാക്കാതെ ജുനൈദ് അവളെ പിടികൂടി. ഫെമിഷ എതിർത്തപ്പോൾ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ തുനിഞ്ഞു. അവിനാഷ് തടഞ്ഞപ്പോൾ ജുനൈദ് അവനെ പിടിച്ചു തള്ളി. അവിനാഷ് കോപത്തോടെ ജുനൈദിനെ കടന്നുപിടിച്ച് 2 വട്ടം കറക്കി ചവിട്ടി വീഴ്ത്തി. അയാൾ കമിഴ്ന്നടിച്ചു വീണു. ഇത് കണ്ട് മറ്റു തെമ്മാടികൾ അവിനാഷിന്റെ നേർക്ക് ചാടി വീണു. അവിനാഷ് മുറിയിലുണ്ടായിരുന്ന ഇരുമ്പു കസേര വലിച്ചെടുത്ത് തെമ്മാടികൾക്ക് നേരെ കുതിച്ചു. ഇടിയേറ്റ് അവർ തെറിച്ചു. ജുനൈദിനെ ഏണിപ്പടികൾക്ക് മുകളിൽ നിന്നും ചവിട്ടി. അയാൾ നിലവിളികളോടെ കീഴേക്ക് പതിച്ചു. അത് കണ്ട് മറ്റുള്ളവർ ഭയന്നു. അവിനാഷിന്റെ ആക്രമണത്തെ നേരിടാനാകാതെ ഓരോരുത്തരായി ഇറങ്ങിയോടി.
ഇനി അവരുടെ ശല്യമുണ്ടാവില്ല. അവിനാഷ് അവർക്ക് ഉറപ്പു കൊടുത്തു. അവർ വീണ്ടും വരും, ഫെമിഷ സൂചിപ്പിച്ചു. നിനക്കെങ്ങനെ അറിയാം? അവിനാഷ് ഞെട്ടലോടെ ചോദിച്ചു. അവരൊക്കെ എന്റെ വാപ്പയുടെ ആൾക്കാരാണ്, ഫെമിഷ വെളിപ്പെടുത്തി. അവിനാഷ് അവളെ മിഴിച്ചു നോക്കി. ഞാൻ വീട് വിട്ടിറങ്ങി വന്നതാണ്, ഫെമിഷ പതിഞ്ഞ സ്വരത്തിൽ അറിയിച്ചു. എന്തിന്? അവിനാഷ് അന്വേഷിച്ചു. ഫെമിഷ മറുപടി നൽകാൻ ആദ്യം മടി കാണിച്ചു. നാട് ചുറ്റി കറങ്ങാൻ ഇറങ്ങിയതാവും. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ പോന്നോളൂ. കപ്പലിൽ ഓരോരോ ദേശങ്ങളിലായി ചുറ്റിത്തിരിയാം. എന്തു പറയുന്നു? അവിനാഷ് തമാശ മട്ടിൽ ചോദിച്ചു. ഞാനും വരുന്നു, ഫെമിഷ ഉറച്ച സ്വരത്തിൽ അറിയിച്ചു. അവിനാഷ് ഞെട്ടി. എനിക്കിവിടെ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട മതിയെന്നുണ്ട്. ഞാൻ ആരാണെന്നറിയാതെ നീ എങ്ങനെ ധൈര്യപൂർവ്വം എന്നോടൊപ്പം ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവുന്നു? ഒരാളെ മനസ്സിലാക്കാൻ അധിക നേരമൊന്നും വേണ്ട. എന്തായാലും എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നവനേക്കാൾ നിങ്ങൾ എന്തുകൊണ്ടും നല്ലവനാണെന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇഷ്ടമല്ലാത്ത വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് നീ വീട് വിട്ടിറങ്ങിയതല്ലേ? അതെ. എപ്പോഴാണ് വീട്ടിൽ നിന്നിറങ്ങിയത്? 2 നാളായി. എന്നിട്ട്? താമസിച്ചത് ഒരു സ്നേഹിതയുടെ വീട്ടിൽ. ഞാനവിടെ ഉണ്ടെന്ന വിവരം ചോർന്നപ്പോൾ അവിടെ വിട്ടിറങ്ങി. വേറെ എവിടെയെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനം കണ്ടെത്തുന്നതുവരെ എനിക്ക് താമസിക്കാൻ ഒരിടം വേണം, ഫെമിഷ അഭ്യർത്ഥിച്ചു. ഇത് എന്റെ താമസ സ്ഥലമല്ല. പിന്നെ ഇവിടെ ഞാൻ എന്റെ സ്നേഹിതനെ കാണാൻ വന്നതാണ്. വീട്ടിൽ ഞാനവിടെ ഉണ്ടെന്ന വിവരം ചോർന്നപ്പോൾ അവിടെ വിട്ടിറങ്ങി. വേറെ എവിടെയെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനം കണ്ടെത്തുന്നതുവരെ എനിക്ക് താമസിക്കാൻ ഒരിടം വേണം, ഫെമിഷ അഭ്യർത്ഥിച്ചു. ഇതെന്റെ താമസ സ്ഥലമല്ല. പിന്നെ ഇവിടെ ഞാൻ എന്റെ സ്നേഹിതനെ കാണാൻ വന്നതാണ്. അവൻ വെളിയിൽ എവിടെയോ പോയിരിക്കുകയാണ്. എന്തായാലും നിനക്കിവിടെ താമസിക്കാൻ പറ്റില്ല. കാരണം അല്പം മുമ്പ് ഇവിടെ നിന്ന് തല്ലും കൊണ്ടിറങ്ങിപ്പോയവർ വൻ സന്നാഹങ്ങളോടെ തിരിച്ചെത്തിയേക്കും. ഒരു വലിയ പടയെ തനിച്ച് നേരിടാനുള്ള കെൽപ്പ് എനിക്കില്ല, അവിനാഷ് വ്യക്തമാക്കി. അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ട് പോകും? ഫെമിഷ നിഷ്കളങ്ക ഭാവത്തിൽ ചോദിച്ചു. നമ്മളോ? നിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അവിനാഷ് അറിയിച്ചു. അതവളെ കരയിപ്പിച്ചു. കരയേണ്ട, വഴിയുണ്ടാക്കാം, അവിനാഷ് ഒടുവിൽ പറഞ്ഞു. ഫെമിഷ പ്രത്യാശയോടെ അവിനാഷിനെ നോക്കി. അപ്പോഴാണ് ഫസലിന്റെ വരവ്. അവൻ ഇരുവരെയും അത്ഭുത ഭാവത്തിൽ നോക്കി. പിന്നെ അവിനാഷിനെ കെട്ടിപ്പിടിച്ചു. പരസ്പരം വിവരങ്ങളൊക്കെ തിരക്കി. ഫസൽ കരുതിയിരിക്കുന്നത് ഫെമിഷ തന്റെ ഭാര്യയാണെന്നാണ്. ഫെമിഷയാണെങ്കിൽ അത് നിഷേധിക്കാനും തയ്യാറായില്ല. ഇവിടെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടുമോ? ഫെമിഷയുടെ ചോദ്യം. ഞാൻ വീട് കണ്ടെത്തിത്തരാം, ഫസൽ ഉറപ്പുകൊടുത്തു. അവൻ അവരെയും കൂട്ടി വെളിയിലേക്കിറങ്ങി. വാടകയ്ക്ക് താമസിക്കാൻ ഒഴിഞ്ഞ വീടുകൾ അന്വേഷിച്ചു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അല്പം ഒതുങ്ങിയൊരു വീട് ഫസൽ അവർക്ക് ശരിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവർ താമസവും തുടങ്ങി. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത പരിഭ്രമമായിരുന്നു അവിനാഷിന്റെ മനസ്സ് നിറയെ. ഒരു പരിചയവുമില്ലാത്ത പെൺകുട്ടിയോടൊപ്പം വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുക താൻ കാണിച്ചത് മണ്ടത്തരമല്ലേ? അവളോട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ നിർബന്ധിച്ചു. ഫെമിഷ ഒട്ടും വഴങ്ങുന്നില്ല. ഫെമിഷയുടെ കണ്ണുകളിൽ ജലകണങ്ങൾ പടർന്നു. അവിനാഷ് പിന്നെ ഒന്നും പറഞ്ഞില്ല. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഫെമിഷ സൂചിപ്പിച്ചു. നിന്റെ കയ്യിൽ എവിടുന്നാണ് കാശ്? അവിനാഷ് നെറ്റി ചുളിച്ചു. ഫെമിഷ ബാഗ് തുറന്നു കാട്ടി. വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകെട്ടുകൾ. ചുരുങ്ങിയത് 4-5 ലക്ഷങ്ങൾ കാണും. പോരാത്തതിന് 100 പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളും. ഇതൊക്കെ? അവിനാഷ് വിറയലോടെ ചോദിച്ചു. വീട്ടിലെ ബ്യൂറോയ്ക്കകത്ത് നിന്നും എടുത്തതാണ്. ആവശ്യമുള്ളത് എത്രയാണെങ്കിലും എടുത്തോളൂ, ഫെമിഷ നിർദ്ദേശിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും പണം അവിനാഷ് ആദ്യമായാണ് കാണുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫസലിനെ കാണാൻ അവിനാഷ് ചെന്നു. അടഞ്ഞുകിടക്കുന്ന കതക് മെല്ലെ തള്ളി തുറന്നു അകത്ത് കടന്നു. ഫസൽ, അവിനാഷ് വിളിച്ചു. മറുപടി ഒന്നുമില്ല. മുറിയിലെ ഫർണിച്ചറുകൾ തകർന്നു കിടക്കുന്നു. തറയിലാകെ ചോരപ്പാടുകൾ. അവിനാഷ് പകച്ചു നിന്നു. അവന്റെ മനസ്സിൽ ദുരന്ത സൂചനകൾ ഉയർന്നു. അകത്തെ മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഫസലിന്റെ ശരീരം സീലിംഗിന്റെ കൊളുത്തിൽ തൂങ്ങിയാടി നിൽക്കുന്നു. ദേഹത്ത് നിറയെ വെട്ടേറ്റ് മുറിഞ്ഞ പാടുകൾ. മുറിവിൽ നിന്നും ഒലിച്ചു താഴുന്ന രക്തത്തുള്ളികൾ തറയിൽ തളം കെട്ടി കിടപ്പുണ്ട്. വേഗം അവിനാഷ് പുറത്തു കടന്നു. തന്നെയും ഫെമിഷയെയും സഹായിച്ചതിന് ജുനൈദും മറ്റും ചേർന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ആക്രമണം തന്റെ നേരെയാവും. സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്തിഫാദ, ചരക്കുകപ്പൽ. അവിനാഷ് അങ്ങോട്ട് ചെന്നു.
കുറച്ചുനാളായല്ലോ കണ്ടിട്ട്, അഷ്റഫ് ചോദിച്ചു. അവന്റെ കയ്യിൽ ബിയർ കുപ്പിയുണ്ടായിരുന്നു. ഞാൻ പഴയൊരു ചങ്ങാതിയുടെ കൂടെയായിരുന്നു. അവിനാഷ് ചെറിയൊരു കള്ളം പറഞ്ഞു. സത്യാവസ്ഥ പറയാൻ പറ്റില്ല. ഒരാൾ നിന്നെ അന്വേഷിച്ചിവിടെ വരികയുണ്ടായി, അഷ്റഫ് അറിയിച്ചു. ആരാണ്? ഫസൽ എന്നാണ് പേര് പറഞ്ഞത്. അഷ്റഫ് പറഞ്ഞത് കേട്ട് അവിനാഷ് ഞെട്ടി. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. എപ്പോഴാണ് വന്നത്? അവിനാഷ് തിരക്കി. അല്പം മുൻപ്. അത് ഫസൽ ആവില്ല, മറ്റാരെങ്കിലും ആവും, അവിനാഷ് സ്വയം പറഞ്ഞു. കൊല ചെയ്യപ്പെട്ട ഫസൽ എങ്ങനെയാണ് തന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരിക? അവന്റെ കൈത്തണ്ടയിൽ കിരീടത്തിന്റെ ചിത്രം പച്ച കുത്തിയിരുന്നു. എന്തോ ഓർത്ത മട്ടിൽ അഷ്റഫ് അറിയിച്ചു. അവിനാഷിന് ശ്വാസം നിലച്ചതുപോലെയായി. അയാൾക്ക് എന്തോ നിന്നോട് അത്യാവശ്യമായി പറയാനുണ്ടെന്ന് തോന്നിച്ചിരുന്നു, അഷ്റഫ് വ്യക്തമാക്കി. അവിനാഷ് പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല. നേരെ ഫസലിന്റെ താമസ സ്ഥലത്ത് ചെന്നു. പോലീസും ആംബുലൻസും ഒക്കെ അവിടെയുണ്ട്. അവിനാഷ് വീട്ടിൽ തിരിച്ചു ചെന്നു. അവിടെ ഫെമിഷ ഭയന്ന് വിറച്ചു നിൽപ്പുണ്ടായിരുന്നു. അവൻ കാരണം അന്വേഷിച്ചു. ഇർഷാദ് ലത്തീഫ് ഇവിടെ വന്നിരുന്നു, ഫെമിഷ അറിയിച്ചു. ആരാണ് അയാൾ? എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നയാൾ. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. 2 ദിവസത്തിനകം തിരിച്ചു ചെന്നില്ലെങ്കിൽ നമ്മളെ 2 പേരെയും കൊന്നുകളയുമെന്ന് പറഞ്ഞു, ഫെമിഷ ഭീതിയോടെ അറിയിച്ചു. ഒളിച്ചുകളി ഇനി നടപ്പില്ല. ഞാൻ കാരണം നിങ്ങൾക്ക് അപകടം സംഭവിക്കരുത്, ഫെമിഷ വിതുമ്പി. നമുക്കെന്തായാലും ഇങ്ങനെ ഇവിടെ കൂടുതൽ നാളുകൾ കഴിയാനാവില്ല, അവിനാഷ് ഓർമ്മിപ്പിച്ചു. അത് അവർക്കും ബോധ്യപ്പെട്ടിരുന്നു. വേർപിരിയുക, അതായിരുന്നു അവസാനത്തെ തീരുമാനം. വേർപിരിയലിന്റെ കണ്ണീർ ലിപികളിൽ കൊരുത്ത നക്ഷത്ര ലിഖിതങ്ങൾ മനസ്സിന്റെ ഓർമ്മത്താളുകളിൽ കുറിക്കപ്പെടുന്ന ഒരു നാൾ. അത് പെസഹ വ്യാഴ ദിനമാണെന്നത് തികച്ചും യാദൃശ്ചികം. വന്നണയാൻ ഒരു രാത്രിയുടെ ദൈർഘ്യം മാത്രം ബാക്കി. ഇനി ചോദ്യങ്ങളൊന്നും അരുത്. കാരണം വേർപിരിയലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെയും ശിരസിൽ അമർത്തി ഉറപ്പിച്ചു നിർത്തിയ മുൾക്കിരീടം പോലെ, കുരിശിൽ തറപ്പിച്ച കൂർത്തു നീണ്ട മരയാണികൾ പോലെ പീഡാത്മകളാണ്. ഫെമിഷ, അവൾ വളരെ വിഷമത്തിലാണ്. ഫെമിഷയുടെ ഞെട്ടിപ്പിടയുന്ന മിഴികളിൽ സങ്കട പെരുമഴ ആർത്തിരമ്പുന്നു. പ്രതീക്ഷയുടെ തീരങ്ങൾ കടൽ വിഴുങ്ങിയതിന്റെ അസ്വസ്ഥത അവിനാശിനെയും ഞെട്ടിച്ചമർത്തി തുടങ്ങിയിരുന്നു. കൂടിച്ചേരലിന് ഇത്തരമൊരു ദുർവിധിയുടെ കിരാതഭാവമുണ്ടെന്നും അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മറനീക്കി പുറത്തു വരുമെന്നും അറിയില്ലായിരുന്നു അവിനാശിന്. അതേക്കുറിച്ച് ഫെമിഷയ്ക്കും നിശ്ചയമുണ്ടാവാൻ തരമില്ല. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ചരിത്ര സ്മാരകങ്ങളിലൂടെ നിഷ്കളങ്കതയിൽ പൊതിഞ്ഞ കുസൃതിത്തരങ്ങളോടെ കൈകൾ കോർത്തിണക്കി ചുറ്റിക്കറങ്ങാനും, നീലമയാർന്ന ആകാശത്തിനും കടലിനുമിടയിൽ വേർപിരിയലിന്റെ നേർത്തു മെലിഞ്ഞ നീലരേഖയിൽ മിഴികളുറപ്പിച്ച് റെഡ്സ്കിൻ ബീച്ചിലെ സ്വർണ്ണത്തരി മണ്ണിൽ തിരമാലകൾ ഏറ്റുവാങ്ങി നനഞ്ഞു കുതിർന്ന് രസിക്കാനും ഇനിയാവില്ല. വേർപിരിയലിന് ഇനി ഒരു രാത്രിയുടെ ദൈർഘ്യം മാത്രം ബാക്കി. ചെറുകുന്നോളം ഉയരം വെച്ച സ്വപ്നത്തിന്റെ നെറുകയിൽ നിന്നും ഊർന്നു വീണ മാനസികാവസ്ഥയിൽ ഫെമിഷ മുറിക്കകത്തെ കസേരയിൽ ചാർന്നിരുന്ന് തുറന്നിട്ട ജനാലയിലൂടെ രാത്രി വെളിച്ചം പടർന്ന പോർട്ട് ബ്ലെയർ നഗരത്തെ നോക്കുകയാണ്. പ്രഭാതത്തിൽ ഇളം വെയിലേറ്റ് പൂവിതളിൽ നിന്നും മഞ്ഞിൻ കണങ്ങൾ ഉരുണ്ട് പിടഞ്ഞു വീഴുന്നത് പോലെ ഫെമിഷയുടെ നനഞ്ഞ കൺപോളകൾക്കിടയിലൂടെ ഏതാനും കണ്ണീർ മുത്തുകൾ അടർന്നുവോ. മൗനത്തിന്റെ ശിലാരൂപം നിലാവിൽ കൊത്തിവച്ച നേരം. ആശ്വാസത്തിന്റെ നനുത്ത സ്പർശവുമായി കുളിർക്കാറ്റ് കടന്നെത്തി. അവിനാശിന്റെ വിരലുകൾക്കിടയിൽ പുകഞ്ഞു തീരാറായ സിഗരറ്റ്, മുന്നിൽ ചാരം വീണു നിറഞ്ഞ ആഷ്ട്രേ. അധിക കാലമൊന്നും ആയിട്ടില്ല അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട്. പക്ഷേ 1000 വർഷങ്ങളുടെ അടുപ്പവും പരിചയവും തോന്നാൻ ദിനങ്ങൾ ഒരുപാടൊന്നും വേണ്ടായിരുന്നു. ഇങ്ങനെ 2 പേർ ഒരു നാളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും വന്നെത്തി പൂർവജന്മ ബന്ധത്തോടെ കൂടിച്ചേരുമെന്നും ആയുർദൈർഘ്യം കുറഞ്ഞ കൂടിച്ചേരലിന് വേദനാജനകമായ വേർപിരിയലിന്റെ വിധിയുണ്ടാവുമെന്നും അവിനാശോ ഫെമിഷയോ കണ്ടുമുട്ടലിന്റെ ആഘോഷവേളയിൽ ഓർത്തിരുന്നില്ല. കാരണം അവരുടെ ഓർമ്മകളിൽ ഒരുപാട് ഇഷ്ടപ്പെടലിന്റെ പൊൻതൂവൽ ചിറകോടെ മാലാഖപക്ഷി പറക്കുകയായിരുന്നു. ഫെമിഷയുടെ പാറിപ്പറക്കുന്ന മനസ്സാണ്. അതിനെ പിടിച്ചടക്കാൻ സൈന്യമൊന്നും വേണ്ട, ഒരു പുഞ്ചിരി തന്നെ ധാരാളം. അവൾ നിരുപാധികം കീഴടങ്ങി. സ്നേഹത്തിന്റെ നനവുള്ള ഇടങ്ങളിൽ മനസ്സായുധങ്ങൾ ഉപേക്ഷിച്ച് സമാധാന കരാറുകളിൽ ഒപ്പുവയ്ക്കും. അത് പിന്നെ സമാധാനത്തിന്റെ സന്ദേശങ്ങളുമായി വെൺപ്രാവുകളെ നീലിമയിലേക്ക് പറത്തിവിടും. ഒലിവിലകളെ ഉയർത്തിപ്പിടിക്കും. അപ്പോൾ നിലനിൽക്കുന്ന അതിർവരമ്പുകൾ ഓരോന്നായി ഇല്ലാതാകും.
എന്റേത് നിന്റേത് എന്നെല്ലാമുള്ള കേന്ദ്രീകൃത അധികാര ശൃംഖങ്ങളെ തകർക്കും. പിന്നെ നമ്മുടേതെന്ന വിശാല സാമ്രാജ്യം രൂപപ്പെടും. പ്രണയമുദ്രകൾ കൊത്തിവെച്ച കാൽപ്പനിക കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. ഷാഡോസ് ഓഫ് ദ ഗോസ്റ്റ് എന്ന സാഹിത്യകൃതിയുടെ രചനാവേളയിൽ എഴുതിയിട്ട വരികൾ അവിനാഷ് വായിച്ചു കേൾപ്പിച്ചു. ഫെമിഷ അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവളുടെ ചുണ്ടുകൾ ലക്ഷ്യബോധം മറന്ന മട്ടിൽ ഏറെ നേരം ഇഴഞ്ഞു നീങ്ങി. സായാഹ്ന വെയിൽ പടർന്ന പൂഴിമണലിൽ കളിതമാശകൾക്കിടയിൽ കടന്നെത്തിയ തിരമാലകളിൽ ഇരുവരും മുങ്ങി. ഫെമിഷയുടെ വസ്ത്രങ്ങൾ നനഞ്ഞ് ശരീരത്തോടൊട്ടിച്ചേർന്നു. അവളുടെ നെഞ്ചെടുപ്പിന്റെ ദ്രുതതാളം അവിനാഷിന്റെ കാതുകളിൽ വാദ്യഘോഷമായി പരിണമിച്ചു. ഫെമിഷ നിശ്ചയിച്ചു കഴിഞ്ഞ വിവാഹത്തിൽ നിന്നും രക്ഷ നേടാൻ ഒളിച്ചോടിയെത്തിയത് അവിനാഷിന്റെ രക്ഷാകവചത്തിനകത്തേക്കാണ്. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും അവളുടെ വേണ്ടവർ ഇവിടെ തിരക്കിയെത്തും. ആത്മഹത്യയെക്കുറിച്ച് ഫെമിഷ പലതവണ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ അവളെ പിന്തിരിപ്പിക്കാൻ അവിനാഷിനേറെ സാഹസപ്പെടേണ്ടി വന്നു. നമുക്കാരും അന്വേഷിച്ചെത്തിച്ചേരാത്ത ഏതെങ്കിലും ഒരിടത്തേക്ക് പോവാം, ഫെമിഷ വിതുമ്പി. അവിനാഷ് നിശബ്ദനായി അവളെ നോക്കി. സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമിടയിൽ വലിയ അകലമുണ്ട്. അവൾക്ക് നിശ്ചയമില്ല. ആൻഡമാനിൽ നിന്നും ചുവന്ന പടാക് മരങ്ങൾ തൂത്തുക്കുടിയിലേക്ക് കയറ്റിക്കൊണ്ടുപോകാനെത്തിയ ഇന്തിഫാദ എന്ന ചരക്കുകപ്പലിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായ അവിനാഷ് നിസ്സഹായതയുടെ ചെറുതുരുത്തായി മാറിക്കഴിഞ്ഞിരുന്നു. ലക്ഷ്യം മറന്ന തീർത്ഥാടനം പോലെയാണ് അവിനാഷിന്റെ ജീവിതം. ഒരു സായാഹ്ന പത്രത്തിന്റെ സബ് എഡിറ്റർ പദവിയിൽ നിന്നും കോഴിക്കോട്ടുകാരൻ ഹൈദ്രോസ് മരക്കാരന്റെ ചരക്കുകപ്പലിലെ തൊഴിലാളിയിലേക്കുള്ള പതനം ഒട്ടും യാദൃശ്ചികമായിരുന്നില്ല. എണ്ണിയാലൊടുങ്ങാത്ത ദുരന്തങ്ങളും നിശബ്ദമായ തേങ്ങലുകളും അവയ്ക്കിടയിൽ അണമുറിയാതെ കിടപ്പുണ്ട്. ഫെമിഷ 18 വയസ്സുകാരി. അവൾക്ക് ആ കഥകളൊക്കെ ഉൾക്കൊള്ളാനോ തിരിച്ചറിയാനോ പറ്റുമായിരുന്നില്ല. അതിനവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അത്രമാത്രമേ ഫെമിഷയോട് പറഞ്ഞിരുന്നുള്ളൂ. ചെന്നൈയിലെ തൊഴിൽശാല ഒരു തൊഴിൽ കുഴപ്പത്തെ തുടർന്ന് ഏറെ നാൾ അളഞ്ഞു കിടന്നപ്പോൾ അവിനാഷിന് മറ്റു ജീവിതമാർഗങ്ങൾ അന്വേഷിച്ച് അലഞ്ഞു തിരിയേണ്ടി വന്നു. പഴയതുപോലെ തൊഴിൽ വേട്ടക്കാരന്റെ പുലിത്തോലണിഞ്ഞ് കോൺക്രീറ്റ് ഫോറസ്റ്റിലേക്ക് നുഴഞ്ഞ് അഴകി ദ്രവിച്ച സർട്ടിഫിക്കറ്റുകൾ ആയുധമാക്കി ആക്രമണത്തിനിറങ്ങി. ആയുധങ്ങൾക്ക് മൂർച്ച കുറവായിരുന്നു. രൂക്ഷമായ പ്രത്യാക്രമണത്തിൽ പരിക്കുപറ്റി പിൻവാങ്ങുന്ന നേരത്ത് കോഴിക്കോട്ടുകാരൻ ഹൈദ്രോസ് മരക്കാരെ കണ്ടില്ലായിരുന്നെങ്കിൽ അവിനാഷ് ആൻഡമാനിൽ ചരക്കുകപ്പലിൽ എത്തിച്ചേരുകയോ അവിടെ വെച്ച് ഫെമിഷയെ കണ്ടുമുട്ടുകയോ ഇല്ലായിരുന്നു. ചെന്നൈയിലെ തൊഴിൽശാല ഒരു തൊഴിൽ കുഴപ്പത്തെ തുടർന്ന് അടഞ്ഞത്. തൊഴിൽ വേട്ടയ്ക്കൊടുവിൽ ഹൈദ്രോസിനെ കണ്ടുമുട്ടി ചരക്കുകപ്പലിലെ ജോലി നേടിയെടുത്തത്, അതിൽ ആൻഡമാനിലെ എത്തിച്ചേർന്നത് എല്ലാം നീയുമായുള്ള എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കണ്ടുമുട്ടലിന്റെ ആഘോഷവേളയിൽ അവിനാഷ് അറിയിച്ചു, ഫെമിഷ ചരിത്ര വിദ്യാർത്ഥിനിയാണ്. ആവശ്യത്തിൽ കൂടുതൽ ചരിത്രം അവൾ വിഴുങ്ങി തീർത്തിട്ടുമുണ്ട്. ഫെമിഷ ചരിത്രങ്ങൾക്ക് പിറകെ നടക്കുന്നവളാണ്. അവിനാഷ് പക്ഷേ അങ്ങനെയല്ല. അവൻ ചരിത്രത്തിന്റെ കോട്ടക്കൊത്തളങ്ങളിലൂടെ കാലത്തിനപ്പുറത്തേക്ക് നടക്കുന്നവനാണ്. ചരിത്രത്തെക്കുറിച്ചുള്ള അവന്റെ അറിവില്ലായ്മകളെ ഫെമിഷ കളിയാക്കുമ്പോൾ അവിനാഷ് പറഞ്ഞു, ചരിത്രം പുതിയ കഥാപാത്രങ്ങളെ തേടുമ്പോൾ അതിലൊരുവൻ ഞാനായിത്തീരുന്ന കാലം അത്ര വിദൂരമല്ല. അതുകേട്ട് അവൾ വല്ലാത്തൊരു സ്വാതന്ത്ര്യത്തോടെ പൂഴിമണലിൽ മലർന്നു കിടക്കുന്ന അവിനാഷിന്റെ നെഞ്ചിൽ അല്പം കുനിഞ്ഞുകൊണ്ട് നഖങ്ങൾ അമർത്തി. ഫെമിഷയുടെ നീണ്ട മുടികൾ അവന്റെ മുഖത്തുകൂടി ഇഴഞ്ഞു. അറേബ്യൻ പെർഫ്യൂമിന്റെ ഗന്ധമാണവൾക്ക്. പക്ഷിക്കുഞ്ഞിനെ പോലെ ഫെമിഷ അവനോട് ഒട്ടിച്ചേർന്നു. നീലിമയാർന്ന ജലപ്പരപ്പിൽ മുങ്ങിയും പൊങ്ങിയും പച്ചത്തുരുത്തുകളുടെ പൊട്ടും പൊടിയും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആകാശക്കാഴ്ചയിലെ വിസ്മയ വിരുന്ന്. ആ പച്ചത്തുരുത്തുകളിൽ അവരുടെ ആത്മാവ് അലിഞ്ഞു ചേർന്നു. ചരടിൽ നിന്നും ഊർന്നു വീണ മരതകമുത്തുകൾ പോലെ ചെറുതും വലുതുമായ ദ്വീപുകൾ കണക്കുകൾ പ്രകാരം 500-ലേറെ വരുമിവ. ബംഗാൾ ഉൾക്കടലിന്റെ നീട്ടിപ്പിടിച്ച നാവിൻ തുമ്പിൽ നിന്നും രക്ഷപ്പെട്ട് ജലപ്പരപ്പിൽ പൊങ്ങി നിൽക്കുന്നതിന്റെ എണ്ണം 300-ഓളം വരും. കടൽ വിഴുങ്ങിയും പുറന്തള്ളിയതുമായി 200-ലേറെ. പക്ഷേ മനുഷ്യവാസയോഗ്യമായിട്ട് ചുരുക്കം ചിലത്. 30-ൽ കൂടുതൽ വരില്ല. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ഫെമിഷ വിവരിക്കുമ്പോൾ അവിനാഷ് ക്ലാസ് റൂമിനകത്ത് അവളുടെ സമർത്ഥനായ വിദ്യാർത്ഥിയെ പോലെയിരുന്നു. സുമാത്രയിലേക്കുള്ള യാത്രക്കിടയിൽ അറബ് കച്ചവടക്കാരാണ് ആൻഡമാൻ ദ്വീപിനെക്കുറിച്ച് പുറം ലോകത്ത് ആദ്യ വിവരങ്ങൾ കൈമാറുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ഇവിടം സന്ദർശിച്ച ആദ്യ വിദേശ സഞ്ചാരി മാർക്കോ പോളോ രേഖപ്പെടുത്തിയത് ലാൻഡ് ഓഫ് ഹെഡ്
ഹണ്ടേഴ്സ് എന്നാണ്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ദ്വീപ് മറാത്തക്കാരുടെ അധീനതയിൽ കനോജി അങ്കാരയാണ് ഭരിച്ചിരുന്നത്. കനോജിയുടെ നാവികസേന പോർച്ചുഗീസ്, ബ്രിട്ടീഷ് ചരക്കുകപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയും ചരക്കുകൾ കൈവശപ്പെടുത്തുകയും ചെയ്തു പോന്നു. കനോജിയുടെ മരണം വരെ ദ്വീപ് കൈയടക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിരുന്നില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നതിനും 70 ആണ്ടുകൾക്ക് മുൻപ് ഈ ദ്വീപുകളുടെയൊക്കെ സർവേ നടത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്യാപ്റ്റൻ ആർച്ച്ബാൾഡ് ബ്ലെയറെ നിയോഗിച്ചതു മുതൽക്ക് ആൻഡമാൻ നിക്കോബാർ അതിന്റെ പുതിയ രാഷ്ട്രീയ ചരിത്രങ്ങളുടെ ഭാരം പേറാൻ തയ്യാറായി. ചരിത്രങ്ങൾ ഇല്ലാത്ത പ്രദേശം പാഴ്ഭൂമിയാണ്. ആൻഡമാൻ നിക്കോബാറിന് പുത്തൻ രാഷ്ട്രീയ ചരിത്രത്തിന്റെ പിൻബലം വേണം. അത് നൽകാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെയും ക്യാപ്റ്റൻ ബ്ലെയറിന്റെ സർവേകൾക്ക് ശേഷം ആൻഡമാൻ ദ്വീപ് പിന്നെയും വർഷങ്ങൾ കുറേയേറെ കാത്തിരുന്നു. ഒടുവിൽ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ചരിത്രങ്ങളുമായി ഒരു കപ്പൽ തീരത്തു വന്നണഞ്ഞു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി തൊണ്ട പൊട്ടി അലറിയവരെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിവേരുകൾ അറുത്തുമാറ്റാൻ തുനിഞ്ഞ പോരാളികളെയും കയറ്റി വന്ന കപ്പൽ. നാടുകടത്തപ്പെട്ടവരെ കൂട്ടം കൂട്ടമായി ഇവിടെ നിഷ്കരുണം തള്ളി. അന്നുവരെ കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്ത ദ്വീപിനകത്ത് അവർ ഭയാനക ജീവിതത്തിന്റെ കൊടും താടനകളേറ്റ് വിഭ്രാന്ത മനസ്സോടെ അലഞ്ഞു. അതിജീവനശേഷി നഷ്ടപ്പെട്ടവർ പുഴുവിനെ പോലെ ചത്തൊടുങ്ങി. ചിലർ ഭ്രാന്തന്മാരായി. കപ്പലുകൾ പിന്നെയും മുറതെറ്റാതെ വന്നെത്തി. വൻകരയിൽ നിന്നും നാടുകടത്തപ്പെട്ടവരെ പുറന്തള്ളി. അന്ന് സെല്ലുലോർ ജയിൽ നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് ബ്രിട്ടീഷുകാർ ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല. എങ്ങോട്ടും രക്ഷപ്പെടാനാവാത്ത വിധം സമുദ്രമധ്യത്തിൽ തകർന്ന കപ്പൽ പോലെ ആൻഡമാൻ ദ്വീപ്. അതിലെ മനുഷ്യജീവികൾക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, മരണമൊഴികെ. രക്ഷപ്പെടാൻ പഴുതില്ലാത്ത വിധം പിളർന്ന സ്രാവിൻ വായ കടിച്ചു കീറാൻ ആർത്തിരമ്പി എത്തുന്ന തിരമാലകൾ. വ്യാഘ്രനഖങ്ങളുമായി ഹിംസാത്മകമായി ശിഖരങ്ങൾ നീട്ടി വിഴുങ്ങാൻ പാകത്തിൽ നിൽക്കുന്ന കൊടുങ്കാട്. കാട്ടുമനുഷ്യരുടെ വിഷം പുരണ്ട അമ്പുകൾ പാഞ്ഞെത്തി നെഞ്ചിൽ തുളഞ്ഞിറങ്ങുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞെട്ടി ഉണരുന്ന ദുസ്വപ്നങ്ങളുടെ കാളരാത്രികൾ. നാടുകടത്തപ്പെട്ട സ്വാതന്ത്ര്യ പോരാളികളുടെ മനോവീര്യത്തെ തകർത്ത് നശിപ്പിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. തടങ്കൽ പാളയം കെട്ടി ഉയർത്തേണ്ട കാര്യമൊന്നുമില്ല. നാടുകടത്തപ്പെട്ടവരുടെ അംഗസംഖ്യ കൂടിക്കൂടി വന്നു. പുതിയ സാഹചര്യങ്ങളുമായി പൊരുതുകയല്ലാതെ മറ്റൊരു വഴി അവർക്ക് മുന്നിലില്ലായിരുന്നു. പൊരുതി ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. അവർ സംഘടിതരായി. ദ്വീപ് സംരക്ഷകരായ വെള്ളപ്പട്ടാളത്തെ ആക്രമിച്ചു. ഒളിക്കാനും മറയാനും വേണ്ടത്ര സൗകര്യങ്ങളുള്ളതിനാൽ ആക്രമണങ്ങൾക്ക് ശക്തി കൂടി. അധികാരികൾക്ക് തലവേദനയും വർദ്ധിച്ചു. ഈ കാലയളവിൽ ഇന്ത്യൻ വൈസ്രോയി ലോർഡ് മയോ ആൻഡമാൻ സന്ദർശിക്കാനെത്തി. മൗണ്ട് ഹാരിഷ് കൊച്ചു കുന്നിൻ ചെരുവിനോട് ചേർന്ന പ്രദേശം. അവിടെ ലോർഡ് മയോവിനെയും കാത്ത് ഷേർ അലി കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതെ, ചരിത്രം കാതോർക്കുകയാണ് നെഞ്ചിടിപ്പോടെ. ചോരമണമില്ലാത്ത ചരിത്രം വിരസമാണ്. ആൻഡമാൻ മണ്ണ് ചരിത്രത്തിന്റെ ചോരത്തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇരു കൈകളും നീട്ടി. ഷേർ അലിയുടെ കത്തി ലോർഡ് മയോവിന്റെ ശരീരത്തിൽ തുളഞ്ഞിറങ്ങി. ചോര തെറിച്ചു പടർന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഞെട്ടിവിറച്ചു. സെല്ലുലോർ ജയിലിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നായി ആ കൊല. തടവുകാരെ ഇനി തോന്നിയപടി ദ്വീപിലൂടെ അലയാൻ അനുവദിച്ചാൽ കാര്യങ്ങളൊക്കെയും നിയന്ത്രണാതീതമാവുമെന്ന തിരിച്ചറിവ് കൂറ്റൻ ജയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കി. സെല്ലുലോർ 3 നിലകളോട് കൂടിയ 7 ബ്ലോക്കുകൾ. അതിൽ 698 സെല്ലുകൾ. നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ ഉടൻ തടവുകാരെ സെല്ലുകളിൽ നിറച്ച് ക്രൂരമർദ്ദനങ്ങൾ അഴിച്ചുവിട്ടു. പീഡനത്തിൽ കുറേയേറെ പേർ മരിച്ചു. അവരെ കുഴിവെട്ടി അതിലിട്ടു മൂടി. വേട്ടയാടിക്കൊണ്ടുവന്ന മൃഗങ്ങളെ പോലെ മനുഷ്യരെ ക്രൂരതകൾക്കിരയാക്കി രസിക്കാൻ വെളുത്ത ചെകുത്താന്മാർ ഏറെ താൽപര്യം കാട്ടി. ചരിത്രം ക്രൂരതകൾക്ക് മുന്നിൽ പകച്ചു. ദാമോദർ സവർക്കറെ തടവിലിട്ടിരിക്കുന്ന 43-ാം നമ്പർ സെല്ലിനരികെ അവിനാശ് നിന്നു. ഫെമിഷ അപ്പോൾ ഒന്നും സംസാരിച്ചില്ല. ഈ സെല്ലിന് തൊട്ടു താഴെയാണ് തടവുകാരെ തൂക്കിക്കൊല്ലുന്ന മുറി. ഒരേ സമയം 3 പേരെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യം അതിലുണ്ട്. കൊലക്കയറിൽ തൂങ്ങിപ്പിടഞ്ഞ സ്വാതന്ത്ര്യ പോരാളികളുടെ ആത്മാവുകൾ ഈ പരിസരങ്ങളിൽ ഇപ്പോഴും അലഞ്ഞു തിരിയുന്നുണ്ടാവും, അവിനാശ് പറഞ്ഞു. ഫെമിഷ അത് കേട്ട് ഭീതിയോടെ അവന്റെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നു നിന്നു. തടവുകാരെ പീഡനങ്ങൾക്കിരയാക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് ചങ്ങലകളും മുക്കാലികളുമൊക്കെ ജയിൽ ഹാളിൽ ചരിത്ര സ്മാരകങ്ങളായി നിലകൊള്ളുന്നു. അവിനാശ് കൊലയറയ്ക്ക് മുന്നിൽ നിന്നും മെല്ലെ നടന്നു നീങ്ങുമ്പോൾ അതിനകത്തു നിന്നും ആരോ ഒരാൾ വിളിക്കുന്നത് പോലെ. അവിനാശ് കൊലയറയ്ക്കുള്ളിലേക്ക് എത്തി നോക്കി.
കൊലമരത്തിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നു. കണ്ണുകൾ തുറിച്ച്, നാവുകൾ നീട്ടി. അവിനാശ് പരിഭ്രമിച്ചു. വേഗം ഫെമിഷയുടെ കൈ പിടിച്ച് വെളിയിലേക്കോടി. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. ചോദിച്ചപ്പോൾ അവൻ മറുപടിയൊന്നും പറഞ്ഞതുമില്ല. അത് ചിലപ്പോൾ എൻ്റെ തോന്നലാവാം, അവിനാശ് പിറുപിറുത്തു. ആൻഡമാനിൽ ബ്രിട്ടീഷുകാർ മാത്രമല്ല, ജപ്പാൻകാരും തങ്ങളാലാവുന്ന വിധം ഭീകരവാഴ്ച നടത്തിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭകാലത്തായിരുന്നു അത്. ആൻഡമാൻ ദ്വീപ് ബ്രിട്ടീഷുകാരിൽ നിന്നും ജപ്പാൻ പിടിച്ചെടുക്കുകയും സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് അധികാരം കൈമാറുകയും ചെയ്തു. തുടർന്ന് പോർട്ട് ബ്ലെയറിലെത്തിയ നേതാജി ജിങ്കാന ഗ്രൗണ്ടിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. മൂന്നാം നാൾ നേതാജി തിരിച്ചു പോവുകയും പിന്നെ അങ്ങോട്ട് ജപ്പാൻ പട്ടാളത്തിന്റെ കാട്ടാളവാഴ്ചയുമായി. ക്രൂരതയുടെ കാര്യത്തിൽ തങ്ങൾ മറ്റാരേക്കാളും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിക്കുന്ന മട്ടിലായിരുന്നു പീഡന പരമ്പരകൾ. അത് 2 വർഷത്തോളം തുടർന്നു. യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടപ്പോൾ അവർ ദ്വീപിൽ നിന്നും പിന്മാറി. ബ്രിട്ടീഷുകാർ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തി. ആൻഡമാനിൽ മലയാളികൾ എത്തിച്ചേർന്നതിന് പിറകിലും ചരിത്രത്തിന്റെ കെട്ടുപാടുകളുണ്ട്. മലബാർ കലാപം, അതിലെ കലാപകാരികളെന്ന് ഭരണകൂടം മുദ്രകുത്തിയവരെ നാടുകടത്തിയത് ആൻഡമാനിലേക്കാണ്. ചരിത്രം അങ്ങനെയൊക്കെയാണ്. നാളെ പെസഹ വ്യാഴം. ഫെമിഷയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവളുടെ ബന്ധുക്കൾ കാലത്തെത്തിച്ചേരും. ഉടൻ തന്നെ അവളുടെ വിവാഹവും നടക്കും. ഫെമിഷ അവൾക്കിഷ്ടമില്ലാത്ത പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ ചരക്കുകപ്പലിലെ ഇടുങ്ങിയ മുറിക്കകത്ത് നിഴൽ രൂപങ്ങളോട് പൊരുതി തളർന്നു കിടപ്പുണ്ടാവും. അവിനാശ് നിരാശയോടെ ഓർത്തു. ഫെമിഷയെ വിട്ടു പിരിയുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ മറ്റെന്താണൊരു വഴി? അധ്യായം 2. കോളനി വാഴ്ചയുടെ തിരുശേഷിപ്പുകളൊക്കെ കണ്ടുകഴിഞ്ഞ് തിരിച്ചെത്തിയ ദിവസം ഫെമിഷ ആകെ ക്ഷീണിതയായിരുന്നു. അവൾ കുളി കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രഷായി. ഹോട്ടലിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം പങ്കിട്ട് കഴിച്ചു. അവിനാശ് കട്ടിലിൽ ചാഞ്ഞു കിടന്ന് സിഗരറ്റ് പുകച്ചു. കള്ളച്ചിരിയുതിർത്ത് ഫെമിഷ അരികിലെത്തി. അറേബ്യൻ പെർഫ്യൂമിന്റെ ഗന്ധം ലഹരി പടർത്തുന്നു. നേർത്ത രാത്രി വസ്ത്രം. ചരിത്രങ്ങൾ ഉണ്ടാവുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? ഫെമിഷ കുസൃതിയോടെ അവന്റെ ചുണ്ടുകളിൽ വിരലുകൾ ഉരസിക്കൊണ്ട് ചോദിച്ചു. പടക്കളത്തിൽ നിന്നും. അവിനാശ് ചരിത്രങ്ങൾ കുറച്ചൊക്കെ അറിയാവുന്നവനെ പോലെ പറഞ്ഞു. അല്ല. ഫെമിഷ മാറിടങ്ങൾ വല്ലാതെ കുലുങ്ങുന്ന വിധത്തിൽ ഇളകി ചിരിച്ചു. അവിനാശിന്റെ കൈകൾ മെല്ലെ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി. അവന്റെ വികൃതിത്തരങ്ങളെ ഫെമിഷ കുറെയൊക്കെ അനുവദിച്ചിരുന്നു. അവൾക്കും അത് സുഖകരമായി തോന്നിയിരുന്നു. ഹിസ്റ്ററി ഈസ് നോട്ട് മെയ്ഡ് ഓൺ ബാറ്റിൽ ഫീൽഡ്, ഫെമിഷ വ്യക്തമാക്കി. പിന്നെ? അവിനാശ് നെറ്റി ചുളിച്ചു. ആലോചിച്ചു പറയൂ, അവൾ നിർബന്ധിച്ചു. ഫെമിഷയുടെ വിടർന്ന ചുണ്ടിൽ അവിനാശിന്റെ നാവ് ചെറുതായൊന്ന് മുട്ടിയുരുമി. ഫെമിഷ കണ്ണുകൾ ചിമ്മി. അവിനാശ് അവളെ കിടക്കയിൽ അമർത്തി ചേർത്തുകൊണ്ട് പില്ലോയ്ക്ക് മുകളിൽ ചിതറിക്കിടക്കുന്ന മുടിയിഴകൾക്കിടയിലൂടെ പതുക്കെ കീഴ്പോട്ട് ഊർന്നിറക്കി. ഫെമിഷ അവനെ തള്ളി നീക്കി എണീറ്റിരുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ വേണ്ടത് നൽകാം. അവൾ തന്റെ ശരീരത്തിൽ നിന്നും അവിനാശിന്റെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു. നീ എന്നെ വലയ്ക്കരുത്. നിന്റെ ചോദ്യത്തിനുത്തരം എനിക്കറിയില്ല, അവിനാശ് വ്യക്തമാക്കി. എന്നാൽ ഞാൻ പറയട്ടെ? ചിരി നിർത്താതെ ഫെമിഷ ചോദിച്ചു. അവിനാശ് മൂളി. ഇറ്റ്സ് മെയ്ഡ് ഓൺ ബെഡ്. ഫെമിഷ അതും പറഞ്ഞ് അവിനാശിന്റെ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഇൻവേഡേഴ്സ് ദിസ് നോട്ട് സ്ലോട്ടർ ദ വുമൻ, ദ കോൺക്വേർഡ്, ദേ സ്ലെപ്റ്റ് വിത്ത് ദം. തെറ്റാവാൻ വഴിയില്ല. കൊള്ളാം, നല്ല കണ്ടെത്തൽ. ചരിത്രങ്ങൾ ഉണ്ടാകുന്നത് പടക്കളത്തിൽ വച്ചല്ല, കിടപ്പറയിൽ നിന്നുമാകുന്നു. നമുക്കെന്നാൽ ചരിത്രം സൃഷ്ടിക്കാം. അതും പറഞ്ഞവൻ ഫെമിഷയുടെ ശരീരത്തെ ചുറ്റിപ്പിടിച്ച് കിടക്കയിൽ ഉരുണ്ടു മറിഞ്ഞു. അവളിൽ നിന്നും നേർത്തൊരെതിർപ്പ് പോലും ഉണ്ടായില്ല. അവിനാശിന്റെ മുന്നിൽ നിന്നും ഫെമിഷയോടൊപ്പമുള്ള ദിവസങ്ങൾ ഓരോന്നായി പറിച്ചു മാറ്റിയപ്പോൾ ബാക്കിയായത് രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾ മാത്രം. നാളെ പെസഹ വ്യാഴം. മുന്നിലൊരു വഴിയും തെളിയുന്നില്ല. തളർച്ച കാരണം ഫെമിഷ മയങ്ങിക്കഴിഞ്ഞിരുന്നു. അവിനാശ് വാതിൽ തുറന്ന് വെളിയിലേക്കിറങ്ങി. റോഡ് സോഡിയം വേപ്പർ ലാമ്പുകൾ ചൊരിയുന്ന പ്രകാശത്തെ പുകമഞ്ഞ് പാതിയോളം വിഴുങ്ങി തീർത്തിരുന്നു. അവിനാശ് വേഗത്തിൽ നടന്നു. റോഡിൽ മനുഷ്യർ ആരുമില്ല. റോഡപകടങ്ങളിൽ ശിരസ് തകർന്ന് മരിച്ചവരുടെ പ്രേതാത്മകൾ മാത്രമുണ്ട്. അവർ ശല്യക്കാരല്ല. അവിനാശ് എളുപ്പം തിരിച്ചറിഞ്ഞു. ജീവിച്ചിരിക്കുന്നവരാണ് ഏറെ കുഴപ്പക്കാർ. അലഞ്ഞു തിരിയുന്ന പ്രേതാത്മാക്കളിലൊന്നാവാൻ തനിക്കിനിയും കാലങ്ങൾ എത്ര ബാക്കി കിടപ്പുണ്ട്. പ്രേതഭാഷണങ്ങൾക്ക് ഉത്തരമില്ല. വല്ലാത്ത തണുപ്പ്, നാശം. പല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസുകയാണ്. ഉള്ളിൽ നേർത്ത പനിയുണ്ടെന്ന് തോന്നുന്നു. തണുപ്പിന്റെ യക്ഷിനഖങ്ങൾ മാംസത്തെ ചൂഴ്ന്ന് എല്ലുകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. കാലത്ത് ഫെമിഷ കരഞ്ഞു കലങ്ങിയ
കണ്ണുകളോടെ പടിയിറങ്ങി പോകുന്നത് കാണാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് ഒരക്ഷരം പറയാതെ അവിടെ നിന്നും ഇറങ്ങിയത്. ചരക്കു കപ്പലിനെ ലക്ഷ്യമാക്കിയാണ് നടന്നിരുന്നത്. കുറേ ദൂരം നടന്നപ്പോഴാണ് വഴിതെറ്റിപ്പോയെന്ന് മനസ്സിലായത്. മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു. അതിവേഗതയിൽ ഒരു ട്രക്ക് പാഞ്ഞു വരുന്നു. എതിരെ ഒരു ടാറ്റാ സുമ. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ട്രക്ക് ടാറ്റാ സുമോയിൽ ചെന്നിടിച്ചു. കാഴ്ച കണ്ട് അവിനാഷ് ഞെട്ടി. ടാറ്റാ സുമ ഇടിച്ചു തകർന്നു. ട്രക്ക് നിർത്താതെ ഓടിച്ചുപോയി. അവിനാഷ് തകർന്ന സുമോയുടെ അരികിലേക്ക് കുതിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നയാൾ ചോരയൊലിപ്പിച്ച് സ്റ്റിയറിംഗ് വീലിനടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. വേറെ ആരും അകത്തില്ല. വാഹനത്തിനകത്തു നിന്നും വെളിയിലേക്ക് തെറിച്ചു വീണ പെട്ടി മലർക്കെ തുറന്നു കിടക്കുന്നു. അതിലുണ്ടായിരുന്ന പണം റോഡിൽ ചിതറിപ്പരന്നിരുന്നു. വേറൊരു വാഹനം കടന്നുപോയപ്പോൾ കറൻസി നോട്ടുകൾ കാറ്റിൽ നാലുപാടേക്കും പറന്നു. അവിനാഷ് അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ടാറ്റാ സുമോയ്ക്കകത്തു നിന്നും ആ മനുഷ്യനെ വലിച്ചു പുറത്തേക്കെടുത്തു. തൂക്കിയെടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. വലിയ പരിക്കൊന്നുമില്ല. 5-6 തുന്നിക്കെട്ട് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ബോധം വന്നപ്പോൾ അയാൾ അന്വേഷിച്ചത് സെൽഫോണാണ്. അവിനാഷ് പോക്കറ്റിൽ നിന്നും എടുത്ത് തിരിച്ചേൽപ്പിച്ചു. അയാൾ മൊബൈലിലൂടെ മറ്റാരോ ആയിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം ദീർഘനിശ്വാസത്തോടെ മുന്നിൽ നിൽക്കുന്ന അവിനാശിനെ തറപ്പിച്ചു നോക്കി. ക്രമേണ അയാളുടെ മുഖത്ത് ചിരി വിടർന്നു. "നിങ്ങളാണോ എന്നെ രക്ഷപ്പെടുത്തിയത്?" അയാൾ ചോദിച്ചു. അവിനാഷ് മൂളി. "നന്ദിയുണ്ട്. ഞാൻ ആരാണെന്നറിയാമോ?" അയാൾ ചോദിച്ചു. "ഇല്ല, ഞാൻ ജഹാംഗീർ ബാബ," അയാൾ അറിയിച്ചു. അവിനാഷ് ഇന്തിഫാദയിലെ ജോലിക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ജഹാംഗീറിന് ഏറെ സന്തോഷം. അയാൾക്ക് ഹൈദ്രോസ് മരക്കാരുമായി അടുത്ത പരിചയമുണ്ടെന്ന് വ്യക്തമാക്കി. എന്തു സഹായം വേണമെങ്കിലും ആവശ്യപ്പെടാൻ മടിക്കേണ്ടെന്ന് ജഹാംഗീർ സൂചിപ്പിച്ചു. അതിനിടയിൽ ജഹാംഗീർ ബാബയുടെ ആൾക്കാരെത്തി. അവിനാഷ് അവിടെ നിന്നും ഇറങ്ങി. ഇന്തിഫാദ, ചരക്കുകപ്പൽ, അതിനകത്തെ മുറി, കാറ്റും വെളിച്ചവും കടക്കാത്തത്, ഇരുളടഞ്ഞ ശവക്കല്ലറയുടെ ഉൾവശം പോലെ ഇടുങ്ങിയത്, ഇരുമ്പ് കട്ടിൽ, തുരുമ്പിച്ചത്, അനങ്ങുമ്പോൾ വല്ലാത്ത ശബ്ദത്തോടെയുള്ള ഞരക്കം, കിടക്ക പൊട്ടിപ്പൊളിഞ്ഞത്, അതിലെ ചകിരിനാരുകൾ വെളിയിലേക്ക് തുറിച്ചു നിൽക്കുന്നു. മുറിക്കകത്തെ ഓരോ വസ്തുക്കളും ഓർമ്മകളിൽ കണ്ണീർ ജലം വീഴ്ത്തുന്ന പ്രേതകാലത്തിന്റെ ദുരന്ത ചിഹ്നങ്ങൾ വഹിച്ചിരുന്നു. ശവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് ഉപയോഗിച്ചിരുന്ന സ്പിരിറ്റിന്റെ ഗന്ധമാണ് മുറിക്ക്. ഷാഡോസ് ഓഫ് ദ ഗോസ്റ്റ്, പ്രേതനിഴലുകൾ, പ്രേതകാലത്തിന്റെ വേദനകൾ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിലെന്ന പോലെ ഒപ്പിയെടുത്തത്. ഹൃദയരക്തം പതിഞ്ഞ വാക്കുകൾ. അത് നീറിപ്പിടയുന്നുമുണ്ട്. പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. അനുഭവങ്ങൾ ഓരോന്നായി അതിൽ വന്ന് നിറയുകയാണ്. അനുഭവങ്ങളെ തടഞ്ഞു നിർത്താനാവില്ല. നീരൊഴുക്കു പോലെയാണത്. പാതി എഴുതി തീർത്ത ഭാഗങ്ങൾ നെഞ്ചിൽ ചേർത്തുവച്ചു. വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിചാരത്തിൽ കാത്തുസൂക്ഷിപ്പിന്റെ ഇരുകരങ്ങളും അതിനു മുകളിൽ ചേർത്തുകൊണ്ട് അവിനാഷ് കിടന്നു. ഉറക്കമൊന്നും വരുന്നില്ല. എങ്ങനെ ഉറങ്ങാൻ പറ്റും? ശ്വാസകോശത്തിനകത്ത് കടന്നൽ കുത്തിന്റെ വേദനയാണ്. ശവമഞ്ചം പോലുള്ള കട്ടിലിൽ കിടന്ന് ഞരങ്ങി. ഒന്നുറക്കെ കരയണമെന്നുണ്ട്. കപ്പൽ ജോലിക്കാർ കുറേ പേർ തൊട്ടടുത്ത മുറികളിലായി സമാധാനത്തോടെയും പ്രതീക്ഷയോടെയും കിടന്നുറങ്ങുന്നുണ്ട്. തന്റെ കരച്ചിൽ അലർച്ച പോലെയോ ദുസ്വപ്നത്തിലെന്ന വിധത്തിലോ അവരെ ഞെട്ടി ഉണർത്തിയേക്കാം. അത് പാടില്ല. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഈ വേദന, ഞരക്കങ്ങളും പിടച്ചിലുകളും എല്ലാം മറ്റാരും അറിയാനുള്ളതോ അനുഭവിക്കാനുള്ളതോ അല്ല. തികച്ചും സ്വകാര്യമാണ്. അവിനാഷ് കരുതി. വേദനകൾ പങ്കിടുകയെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പ്രേതകാലത്തെ മണ്ടത്തരം. ഇത് പ്രേതലോകമാണ്. ഇവിടെ ആരും ജീവിക്കുന്നില്ല. ജീവിക്കുന്നുണ്ടെന്ന തോന്നൽ മാത്രമാണ്. സ്വയം അങ്ങനെ വിശ്വസിക്കാൻ ശീലിച്ചത് നന്നായി. പകലിന്റെ മുറിവിൽ രാത്രിയുടെ കണ്ണീരിന്റെ ഉപ്പു പുരണ്ട നീറ്റൽ പോലെ അസഹ്യമായ അസ്വസ്ഥതകൾ സ്വയം അനുഭവിച്ചു തീർത്ത് അതിന്റെ ലഹരിയിൽ ജീവിതത്തെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചു മാറ്റേണ്ട കരുത്ത് അവശേഷിക്കുന്നത് ഒരു നല്ല സൂചനയാണ്. കുറേ കഴിഞ്ഞ് വെളിയിൽ ആരുടെയോ കാൽപ്പെരുമാറ്റം. അവിനാഷ് കണ്ണുമിഴിച്ചു. കപ്പൽ ജോലിക്കാർ ആരെങ്കിലും ആവുമെന്ന് കരുതി. പക്ഷേ അല്ലായിരുന്നു. ചാരിയിരുന്ന വാതിൽ കാറ്റിലെന്ന പോലെ തുറന്നു. അവിനാഷ് കട്ടിലിൽ നിന്നും മെല്ലെ എണീറ്റു. വെളിയിൽ ചെന്ന് നോക്കി. നീലപ്രകാശം ചാഞ്ഞിറങ്ങുന്ന വരാന്തയുടെ അങ്ങേ തലയ്ക്കൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാൾ നിൽക്കുന്നു. "ആരാണത്?" അവിനാഷ് വിളിച്ചു ചോദിച്ചു. കപ്പലിൽ അത്തരമൊരു ജോലിക്കാരനില്ല.
6 അടിയിലധികം പൊക്കമുള്ള മനുഷ്യൻ. അയാൾ അവിനാശിന്റെ അരികിലേക്ക് നടന്നു വന്നു. എന്നെ മറന്നോ? അയാൾ ചോദിച്ചു. അതിനർത്ഥം തനിക്കയാളെ മുൻപരിചയമുണ്ടെന്ന്. ഓർമ്മ കിട്ടുന്നില്ല. എവിടെയോ കണ്ടു മറന്ന മുഖം. മറന്നു കാണും. കുറെ കാലത്തിന് ശേഷമാണല്ലോ നമ്മൾ തമ്മിൽ കാണുന്നത്. അയാൾ ഉടനെ പറഞ്ഞു. നിങ്ങൾ? അവിനാശിന്റെ ഓർമ്മകൾ എവിടെയോ തട്ടിമുട്ടി നിൽക്കുകയാണ്. ഞാൻ അമീർ അബ്ബാസ്, അയാൾ വെളിപ്പെടുത്തി. അവിനാശ് മിഴിച്ചു നോക്കി. വിശ്വസിക്കാൻ പ്രയാസം തോന്നി. എന്താ, ശരിക്കും ഞെട്ടിയല്ലേ? അമീർ അബ്ബാസ് ചോദിച്ചു. അതെ, അവിനാശ് സമ്മതിച്ചു. അയാളെ ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചതുമില്ല. മുമ്പ് സായാഹ്ന പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടവനാണ്. വാർത്തകൾ കണ്ടെത്തുന്നതിൽ പരമാവധി സഹായിച്ചിരുന്നത് അമീർ അബ്ബാസാണ്. ബംഗ്ലാദേശ് കോളനിയിലെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെയും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുള്ള മാംസക്കച്ചവടത്തിന്റെയും ഒക്കെ ലോകത്ത് കടന്നു ചെന്ന് വാർത്തകൾ ശേഖരിക്കാൻ അമീർ അബ്ബാസിന്റെ കൂടെ ഇരുണ്ട വഴികളിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അതൊന്നും എളുപ്പം മറക്കാവുന്നതല്ല. പെട്ടെന്ന് എന്തേ താൻ അമീർ അബ്ബാസിനെ തിരിച്ചറിയാതിരുന്നത്? അവിനാശിന് അല്പം കുറ്റബോധം തോന്നി. പക്ഷേ ഒരു ഗ്യാങ് വാറിൽ അമീർ അബ്ബാസ് വെടിയേറ്റ് മരിച്ചെന്നാണ് അറിഞ്ഞിരുന്നത്. ചെന്നൈയിൽ വെച്ച് ഇക്ബാലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ഇക്ബാൽ എന്തിന് തന്നോട് കളവ് പറയണം? അതുകൊണ്ട് അവനൊരു മെച്ചവുമില്ലല്ലോ. അതിനുശേഷം അമീർ അബ്ബാസിനെ പറ്റി യാതൊന്നും കേട്ടതുമില്ല. ഇക്ബാൽ പറഞ്ഞതിനെക്കുറിച്ച് ആ അവസരത്തിൽ അമീർ അബ്ബാസിനോട് ചോദിക്കാനും മടി. ഞാനിപ്പോൾ പോർട്ട് ബ്ലെയറിലാണ്, അമീർ അബ്ബാസ് അറിയിച്ചു. ഈ നേരത്ത് ഇവിടെ? അവിനാശ് സംശയം പ്രകടിപ്പിച്ചു. നമുക്ക് പണ്ടേ രാത്രിയും പകലുമെന്ന വ്യത്യാസമില്ലല്ലോ. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമുക്ക് വേണ്ടിയല്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാറ്. പിന്നെ ഇന്നു കാലത്ത് ഹോട്ടലിൽ വെച്ച് കുറച്ച് കപ്പൽ തൊഴിലാളികളെ കണ്ടുമുട്ടി. ഇന്തിഫാദയിലെ വർക്കേഴ്സ് ആയിരുന്നു അവർ. നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അവരിൽ നിന്നുമാണ്. പക്ഷെ അതു കേട്ട് എനിക്ക് വല്ലാത്ത അമ്പരപ്പാണ് തോന്നിയത്. വലിയൊരു എഴുത്തുകാരനായി മാറിയിരിക്കുമെന്ന് ഞാൻ കരുതിയവൻ ചരക്കുകപ്പലിലെ തൊഴിലാളിയായത് എങ്ങനെയെന്നോർത്താണ് അത്ഭുതം. അവർ നിന്റെ താമസ സ്ഥലം പറഞ്ഞു തന്നു. പെട്ടെന്ന് വന്നു കാണാൻ ആ നേരത്ത് കഴിഞ്ഞില്ല. വൈകിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് കരുതി ഞാൻ എൻ്റെ ജോലി തിരക്കിലേക്ക് മടങ്ങി, അമീർ അബ്ബാസ് വ്യക്തമാക്കി. അവൻ തുടർന്നു. വൈകിയ രാത്രിയിൽ നിന്റെ താമസ സ്ഥലത്ത് ചെന്ന് കതകിനു തട്ടി, അമീർ അബ്ബാസ് പറഞ്ഞു. അത് കേട്ട് അവിനാശിന്റെ നെഞ്ചിടിപ്പ് കൂടി. എന്നിട്ട്? ഞെട്ടലോടെ അവിനാശ് ചോദിച്ചു. അമീർ അബ്ബാസിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. കതക് തുറന്നത് 18കാരി പെണ്ണ്. ആ പ്രായത്തിൽ ഒരു പെണ്ണിനെ ഞാൻ നിന്റെ മുറിയിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. വീട് മാറിപ്പോയതാണെന്ന് കരുതി ക്ഷമാപണം നടത്തി പുറംതിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ നേരത്ത് അവളെ എനിക്ക് പരിചയമുള്ളതായി തോന്നിച്ചു, അമീർ അബ്ബാസ് അറിയിച്ചു. അവിനാശ് പകച്ചു നിൽക്കുകയാണ്. അതെ, എന്റെ ഊഹം തെറ്റിയില്ല. അവൾ ഫെമിഷ അൽ ഹൊസൈൻ തന്നെ, മുഹമ്മദ് അൽ ഹൊസൈനിന്റെ മകൾ. ഏതാനും നാളുകൾക്ക് മുൻപാണ് അവളെ കാണാതായത്. ഇഷ്ടമല്ലാത്ത വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു അവളുടെ ഒളിച്ചോട്ടം. പക്ഷെ അവൾ നിന്റെ ഒപ്പമാണുള്ളതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നീ ഒരു മിടുക്കൻ തന്നെ. മുഹമ്മദ് അൽ ഹൊസൈൻ പോർട്ട് ബ്ലെയറിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ്. അയാൾക്ക് ഇവിടെ വലിയൊരു ഗ്യാങ്ങുണ്ട്. അതിലൊരു കണ്ണിയാണ് ഞാൻ, അമീർ അബ്ബാസ് വെളിപ്പെടുത്തി. അവിനാശ് ഞെട്ടി. അതവന് പുതിയൊരറിവാണ്. ഫെമിഷയെ കണ്ടെത്തിക്കൊടുത്താൽ എനിക്ക് വലിയൊരു തുക ലഭിക്കും, അമീർ അബ്ബാസ് സൂചിപ്പിച്ചു. അവിനാശ് മിഴിച്ചു നിന്നു. എന്റെ ബോസിന്റെ മകളെ കടത്തിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയുമോ? അമീർ അബ്ബാസിന്റെ സ്വരം മാറി. രൂപം ചെകുത്താന്റേതുപോലെയായി. അയാൾ അരയിൽ തിരികെ വച്ചിരിക്കുന്ന ഗൺ അവിനാശിന്റെ നെറ്റിയിലേക്ക് ചൂണ്ടി. അധ്യായം 3. ഇന്തിഫാദ. ചരക്കുകപ്പൽ. അവിനാശ് ഭയന്നു നിൽക്കുകയാണ്. അമീർ അബ്ബാസ് ഗൺ പതിയെ അരയിലേക്ക് തിരുകി. പേടിക്കേണ്ട, ഞാൻ ഒന്നും നിന്നെ ചെയ്യില്ല, അമീർ അബ്ബാസ് അറിയിച്ചു. ഒന്നും മനസ്സിലാവാത്തവനെ പോലെ അവിനാശ് അയാളെ തുറിച്ചു നോക്കി. എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു. ഫെമിഷയെ ബോസിന് കൈമാറി അതിനുള്ള കനത്ത പ്രതിഫലവും വാങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം നീ എൻ്റെ പഴയ ചങ്ങാതിയാണ്. എന്നാൽ ഞാൻ പ്രവർത്തിക്കുന്ന ഗ്യാങ്ങിലെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. അവൻ നിന്നെ കൊന്ന് കടലിൽ തള്ളി ഫെമിഷയെയും കൊണ്ടുപോവും. അത് മറക്കരുത്. മുഹമ്മദ് അൽ ഹൊസൈൻ കലിതുള്ളി നിൽക്കുകയാണ്, അമീർ അബ്ബാസ് വ്യക്തമാക്കി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിനാശ് ഒടുവിൽ ചോദിച്ചു. ഭയന്ന് മാളത്തിൽ ഒളിക്കുക. ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതി. തന്റെ പാളയത്തിൽ കടന്ന് തനിക്കെതിരെ പ്രവർത്തിച്ചത് ജഹാംഗീർ ബാബയാണെന്നാണ് മുഹമ്മദ് അൽ ഹൊസൈനിന്റെ വിചാരം. ഫെമിഷയെ നീ ഒളിപ്പിച്ചു കടത്തിയത് ജഹാംഗീറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാ അയാൾ കരുതിയിരിക്കുന്നത്.
അമീർ അബ്ബാസ് പറഞ്ഞു. ജഹാംഗീർ? അവിനാഷ് സംശയം ഭാവിച്ചു. അതെ, മുഹമ്മദ് അൽ ഹുസൈനിന്റെ ശക്തനായ എതിരാളിയാണ് ജഹാംഗീർ. നീ അയാളെ ഒരു വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ വിവരം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതൊരു ആക്സിഡന്റ് അല്ല. ട്രക്കിടിപ്പിച്ച് ജഹാംഗീറിനെ കൊല്ലാൻ ശ്രമിച്ചത് മുഹമ്മദ് അൽ ഹുസൈനാണ്. നീ അയാളെ രക്ഷപ്പെടുത്തിയ കഥ അൽ ഹുസൈൻ അറിഞ്ഞാൽ നീയും അൽ ഹുസൈന്റെ ശത്രുവാകും, അമീർ അബ്ബാസ് പറഞ്ഞു. അവിനാഷ് വെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ നിൽക്കുകയാണ്. എന്തു പറയണം, എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ല. മുഹമ്മദ് അൽ ഹുസൈനിന്റെയും ജഹാംഗീർ ബാബയുടെയും ഗ്യാങ് വാറിൽ താനും ഉൾപ്പെട്ടിരിക്കുന്നു. അതും ഒരു പാവം പെൺകുട്ടിയെ സ്നേഹിച്ചതിന്. അവിനാഷിന് അത്രമാത്രം മനസ്സിലായി. ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ ഫെമിഷയോട് കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. അവളെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു. ഫെമിഷയ്ക്ക് നിന്നെ ജീവനാണ്. പക്ഷെ നീയാണെങ്കിൽ ഭയന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ്, അമീർ കുറ്റപ്പെടുത്തി. നീ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. പോരാത്തതിന് തന്നെ സഹായിക്കാൻ കഴിവുള്ള വ്യക്തി അമീർ അബ്ബാസ് മാത്രമാണെന്ന് അവിനാഷ് വിചാരിച്ചു. എന്താണ് നിന്റെ തീരുമാനം? അമീർ അബ്ബാസ് ചോദിച്ചു. ഞാൻ അവളെ തടവിലാക്കിയിട്ടൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനും ഞാൻ എതിരല്ല. ഫെമിഷ കഷ്ടപ്പെടരുതെന്ന് ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ, അവിനാഷ് തുറന്നു പറഞ്ഞു. ഞാൻ ഫെമിഷയുടെ കാര്യമല്ല ചോദിച്ചത്, നിന്റെ നീക്കമാണ് എനിക്കറിയേണ്ടത്. അമീർ അബ്ബാസ് ശബ്ദമുയർത്തി. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് നീ സംസാരിക്കുന്നത്. ഞാൻ എന്ത് ധൈര്യത്തിലാണ് അവളെ എന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുക? ചരക്കുകപ്പലിലെ ജീവിതമാണ് എനിക്കുള്ളത്. ഇവിടെ കുറച്ചുനാൾ കൂടി മാത്രമേ ഞാൻ ഉണ്ടാവൂ. അതുകഴിഞ്ഞ് തൂത്തുക്കുടിയിലേക്ക് മരങ്ങളുമായി ഞാൻ തിരിച്ചു പോകും. പിന്നെ അവിടെ നിന്നും ലക്ഷദ്വീപിലേക്ക്. അവിനാഷ് തന്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. അപ്പോൾ ജീവിതകാലം മുഴുവൻ നീ അലഞ്ഞു തിരിയാൻ പോവുകയാണോ? അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? നിന്റെ കഴിവിനെ നീ നശിപ്പിക്കാൻ തന്നെയാണോ ഭാവം? ആർക്കു വേണ്ടിയാണ് നീ പിന്നെ ജീവിക്കുന്നത്? അമീർ അബ്ബാസ് ഒച്ചയിട്ടു. അതിനുള്ള അവകാശം അയാൾക്കുള്ളതായി അവിനാഷ് കരുതി. അവൻ തല താഴ്ത്തി നിന്നു. ഒരു കാര്യം നീ മനസ്സിലാക്കുന്നത് നല്ലത്. നിന്നേക്കാൾ ഒരുപാട് കറങ്ങി നടന്നവനാണ് ഞാൻ. കുറെ പേരെ കൊന്നിട്ടുണ്ട്, മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടുണ്ട്, പെൺകുട്ടികളെ വെച്ച് വ്യഭിചാരശാലകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. വ്യഭിചാരത്തിന് ഗത്യന്തരമില്ലാതെ ഇറങ്ങിത്തിരിച്ച 16കാരി പെണ്ണിനെയാണ് ഞാൻ പിന്നീട് വിവാഹം ചെയ്തത്. എൻ്റെ ഇത്തരം ജോലികൾക്കിടയിലും ഒരു കുടുംബജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. യാതൊരു കേടുപാടുകളുമില്ലാതെ അലഞ്ഞു തിരിയുന്ന നിനക്ക് ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാവുന്നില്ലെങ്കിൽ കഴിവുകെട്ടവനായ എനിക്ക് പിന്നെ നിന്നെ കാണാനാവൂ. നിന്റെ ആ പഴയ സ്വഭാവമൊക്കെ എവിടെ കൊണ്ട് ചെന്ന് കുഴിച്ചു മൂടി ഞാനത് ചികഞ്ഞ് പുറത്തെടുത്തു കൊണ്ടുവരാം. അമീർ ശോഭിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അവിനാഷ് ഒടുവിൽ ചോദിച്ചു. എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, അവൾ മുഖം കറുപ്പിച്ചു. നീ ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യാൻ ഒരുക്കമാണ്, അവിനാഷ് ഒടുവിൽ വ്യക്തമാക്കി. ഫെമിഷ അൽ ഹുസൈനെ നീ കൈയടിയരുത്. നീല വെളിച്ചം വീശുന്ന ചരക്ക് കപ്പലിന്റെ ഇടനാഴിയിലൂടെ മെല്ലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അമീർ അബ്ബാസ് അറിയിച്ചു. അവളെ വേർപിരിയണമെന്ന ആഗ്രഹം അവിനാഷിനും തീരെയില്ല. സാഹചര്യങ്ങളാണ് അതിന് പ്രേരിപ്പിക്കുന്നത്. അവളെ വേർപിരിയുന്നതിൽ എനിക്കും പ്രയാസമുണ്ട്. പക്ഷേ മുഹമ്മദ് അൽ ഹുസൈൻ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുമോ? അവിനാഷിന്റെ ചോദ്യം. അതുകേട്ട് അമീർ അബ്ബാസ് അട്ടഹസിച്ച് ചിരിച്ചു. ഇങ്ങനെ എല്ലാറ്റിനെയും ഭയന്ന് ഒഴിഞ്ഞു മാറിയാൽ ജീവിക്കാൻ പറ്റുമോ എൻ്റെ ചങ്ങാതി? അമീർ ചിരിച്ചു ചോദിച്ചു. അത് ശരിയാണ്, പക്ഷെ എനിക്കാണെങ്കിൽ ചെറിയൊരാപത്ത് വന്നാൽ പോലും സഹായിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ്, അവിനാഷ് സൂചിപ്പിച്ചു. ഞാൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം? നിനക്ക് വേണ്ടി ഞാൻ മുഹമ്മദ് അൽ ഹുസൈന്റെ ഗ്യാങ്ങുമായി തെറ്റിപ്പിരിയാൻ പോവുകയാണ്. നിന്നെ അവർ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ തടയുക തന്നെ ചെയ്യും. ഒമർ ജഹാംഗീർ ബാബയുടെ സഹായവും ഞാൻ തേടും. പക്ഷെ ഇനിയൊക്കെ നിന്റെ തീരുമാനം എന്താണെന്നറിഞ്ഞ് അതിനനുസരിച്ച് മാത്രം. ഭീരുവിനെ പോലെ കീഴടങ്ങാനാണ് ഭാവമെങ്കിൽ എനിക്ക് കൂടുതലൊന്നും തിരുത്തേണ്ടി വരില്ല. നിനക്ക് വേണ്ടി 6 അടി നീളത്തിൽ കുഴിയും തോണ്ടി കാത്തിരിക്കുകയല്ലാതെ, അമീർ അബ്ബാസ് വ്യക്തമാക്കി. അവിനാഷ് മിഴിച്ചു നിന്നു. അതിനിടയിൽ 1-2 പേർ കപ്പൽ തൂണുകൾക്ക് മറവിൽ നിന്നും ഇവരുടെ സംസാരം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഔട്ട്സൈഡേഴ്സ് അടുത്ത ഭാഗം നാളെ.